അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഐക്കോൺ സ്റ്റാർ മല്ലു അർജുൻ, അങ്ങനെ തന്നെ പറയണമല്ലോ അല്ലെ. നമ്മുടെ അല്ലു അർജുൻ അല്ല, മല്ലു അർജുന്റെ നമ്മുടെ പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ശേഷം പുഷ്പ ദ റൂൾ എന്നുള്ള അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. പടം ഇപ്പൊ നമ്മൾ പടം കാണാമെന്ന കഥയെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം പടം കാണാൻ വേണ്ടി നമ്മൾ മുമ്പേ കാണാൻ വേണ്ടിയിട്ട് ആന്ധ്രയിൽ വന്നു. ആന്ധ്ര കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ ലേറ്റ് ആയതൊക്കെ. പിന്നെ ഈ പടം കണ്ട് വെർത്താണോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിനുശേഷം കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരുപാട് റിവ്യൂകളും കാര്യങ്ങളൊക്കെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട്, കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഈ പടം കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് പടത്തെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ പടത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അല്ലു അർജുൻ ഫാനായിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടം, ആ ഒരു പടം ഏതൊരു രീതിയിലായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് അല്ലു അർജുനെ പോലെയുള്ള ഒരു നാഷണൽ അവാർഡ് വിന്നറിൻ്റെ ഭാഗത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ സുകുമാർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളായിരുന്നു ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. അപ്പോൾ പടത്തിന്റെ കാര്യങ്ങളിൽ പറയാം. പാർട്ട് 1 പാർട്ട് 2 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് പാർട്ട് 2 തന്നെയാണ്. കാരണം പാർട്ട് 1നേക്കാളും ഒരുപാട് വേറെ ലെവലിലേക്ക് ആ നാഷണൽ അല്ല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സാധനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. ആ ഇൻട്രോ ആണ് അടിപൊളി. ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂസ് ബംസ് അത്ര സൂപ്പർ ഒരു ഇൻട്രോ ആണ് അല്ലു അർജുൻ ആ ഒരു ഐക്കൺ സ്റ്റാറിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഇൻട്രോ കൊടുത്ത് ആ ഒരു പടം നല്ല രീതിയിൽ ഇങ്ങനെ പോയി. പിന്നെ പടത്തിന്റെ ലെങ്ത് ആണ് കേട്ടോ. ലെങ്ത്തിൽ നമുക്ക് ലാഗ് അടിക്കില്ല എന്നുള്ള കാര്യം അവസാനം പറയാം. കാരണം ആദ്യം തന്നെ ലാഗ് ആണോ ലാഗ് അല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ DSPയുടെ മ്യൂസിക് ഫസ്റ്റിലുള്ളതിനും സെക്കൻഡിൽ കുറച്ച് പോരായിരുന്നു. കാരണം അത് ആ ഒരു മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും നമുക്കൊന്ന് റിലീസായപ്പോഴും കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ പടം കണ്ടപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഫീലിങ്ങുകളായിരുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ മാച്ച് ആവണമെങ്കിൽ പോലും ഒരു അങ്ങനെ ഒരു മനസ്സിൽ പിടിക്കുന്ന രീതിയിലുള്ളൊരു പാട്ടുകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. സാം CS ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. അദ്ദേഹം കഴിവ് തെളിയിച്ച മനുഷ്യനാണ്, അത് ഇവിടെയും തന്നെ തെളിയിച്ചിട്ടുണ്ട്. അന്യായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫൈറ്റിലും കാര്യങ്ങളിലും അതിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത. പിന്നെ കുറേ സ്ഥലങ്ങളിൽ സെന്റിമെന്റ്സ് കാണിക്കാൻ പോയിട്ട് അത് കോമഡി ആയതാണോ അങ്ങനെയൊന്നറിയില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കോമഡി മിക്സ് ചെയ്യുന്ന നമുക്ക് ആ ഒരു 3.5 hours ഒരു മൂവിയുടെ ഡ്യൂറേഷനിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരണം നല്ലതാണ്. അത് അവർ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ അല്ല ഓട്ടോമാറ്റിക്കലി അവരുടെ അഭിനയത്തിൽ വന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. എനിക്കത് കുറച്ചുകൂടി അവർ പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് തോന്നിയത്. കാരണം ആ ഒരു മൂവിയുടെ ലെങ്ത് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറാണല്ലോ. അപ്പോൾ 1.5 മണിക്കൂർ എടുത്തു ഒരു ഫസ്റ്റ് ഹാഫ്, 1.25 മണിക്കൂർ എടുത്തു ഫസ്റ്റ് ഹാഫ് കഴിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫസ്റ്റ് ഹാഫിന് ഇൻ്റർവെല്ലിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ഷനും കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. ആ ഫൈറ്റിൻ്റെയൊക്കെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം 1 ചെറിയ ചെറിയ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വന്നിട്ടുണ്ടായി. ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ പറയുന്നില്ല, ഇൻട്രൊഡക്ഷൻ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലാണ്. അപ്പോൾ തന്നെ പുഷ്പയുടെ ലെവൽ എത്രയധികം പോയി നമുക്കറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ടൈമിൽ ഫഹദ് ഫാസിലിനെ കൊണ്ടുവന്നിരുന്ന കുറച്ചുകൂടി സൂപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യായിരുന്നു. 2 സ്റ്റാറിനെയും നമ്മുടെ ഫഹദ് ഫാസിലെ ഫാഫേനെയും കൂടെ കൊണ്ടുവന്നതിന് ഒരു നല്ലൊരു തുടക്കം കൊടുക്കാൻ പറ്റിയേനെ. പക്ഷേ ഐക്കോൺ സ്റ്റാറിൻ്റെ പുള്ളിക്ക് തന്നെ വരണം, പുള്ളി തന്നെ അങ്ങ് സ്ക്രീൻ നിറഞ്ഞു നിൽക്കണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒട്ടും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, എഡിറ്റിങ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നവീൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു അന്യായ എഡിറ്റിംഗ് ആണ്. നമുക്ക് ഫസ്റ്റിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡ്യൂറേഷൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ നവീൻ അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി പിന്നെ പറയണ്ട, ഫസ്റ്റിലേക്കായും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫിയാണ് ഇപ്പം ഈ ഒരു സെക്കൻഡിൽ പുഷ്പയിൽ വന്നിരിക്കുന്നത്. പിന്നെ 3ലേക്കുള്ള ഓൾറെഡി ലീഡ് മുമ്പേ പറഞ്ഞിരുന്നു, അതുകൊണ്ട് പിന്നെ അതൊരു സസ്പെൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 3ലേക്ക് കൊണ്ടുപോകുന്നതിനേക്കുള്ള ആ ഒരു ലീഡ് കൊടുക്കുന്ന അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ മാത്രം ഒരു ചെറിയ പോരായ്മ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് അത് ചിലപ്പോൾ നല്ല രീതിയിൽ കണക്ട് ആവും. കാരണം ഇമോഷണലി ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കണക്ട് ആവും. ഒരുപാട് പേർക്ക് അത് കുറച്ച് എന്താ പറയുക ഫ്ലോപ്പായിട്ട് തോന്നാം. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണലാണ്. എനിക്കത് കുറച്ച് പ്രാക്ടിക്കലി കുറച്ച് ഓക്കെ കണക്ട് ആയിട്ടുണ്ട്, ഒരു ഇമോഷണലി ഇതായിട്ടുണ്ട്. പക്ഷേ പിന്നെ കുറച്ചങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ യോജിക്കാത്ത കാര്യത്തിലൊക്കെ തോന്നിയ പോലെ അങ്ങനെ ഒരു തോന്നി.
പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ രാഷ്മിക മന്ദാനയുടെ ഫസ്റ്റിൽ കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, കാരണം ഒരു ഇതിലേക്ക് വരുന്നതിൽ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. സെക്കൻഡിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു പടം എന്താ പറയുക, ഒരു നല്ല കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പടം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. കാരണം അത്രയധികം തന്നെ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ മൂവി എങ്ങനെ കാണുന്നു ആ ഒരു രീതിയിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ അല്ല, നമുക്ക് തെലുങ്ക് പടം ഇഷ്ടമല്ലാത്തവർക്കുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇതും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം തെലുങ്ക് പടത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഈ ഒരു സാധനത്തിലുണ്ട്. കാരണം ആ ഒരു ആക്ഷനിൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡയലോഗുകളിൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പൊടി ഉറപ്പിക്കണ പോലെ സാധനങ്ങളൊക്കെ പോലും വെറുതെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് അല്ലെങ്കിൽ ഒരു മാസ് അല്ലു അർജുൻ പടമായിട്ട് നോക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും എല്ലാ ഒരു തള്ള് അല്ലെങ്കിൽ എല്ലാ ഒരു എന്താ പറയുക, ഇത് വേണ്ടാത്ത കാര്യങ്ങൾ, ഇതൊരു കൊള്ളില്ല അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷെ എല്ലാവർക്കും ഇത് പടം കാണുന്ന ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഒപ്പീനിയനിൽ തോന്നുന്ന ഒരു പടമായിരിക്കും ഞാൻ ഉറപ്പ് പറയാം. കാരണം ഒരു 30% നല്ലതാണെന്ന് പറയുന്നെങ്കിൽ 30% കൊള്ളില്ല എന്ന് പറയും, ബാക്കിയുള്ള 30% ഒക്കെ ഒരു മീഡിയം എന്ന് പറയുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു പടത്തിൻ്റെത്. നമ്മൾ എങ്ങനെ ഈ പടത്തെ നമ്മൾ നോക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമാണ് ഈ പടം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു രീതിയിലാണ് തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ പോലെ ലോജിക്കുകളൊക്കെ നിങ്ങൾ ഒരു സൈഡിൽ മാറ്റി വെച്ച് പടം അങ്ങിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഹെവിയാണ്. 3.5 മണിക്കൂർ അടിപൊളി ജഗ. അപ്പോൾ അങ്ങനെയാണ് പടം പോകുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഞാനൊരു 4.5 കൊടുക്കുന്നതാണ്. അതുപോലെ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെർഫെക്റ്റ് ആണ്. നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാൻ പോകുന്നവരാണെങ്കിൽ കാണാൻ പോകുന്നത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് ഒന്ന് ഒത്തുചേർന്ന് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.